കൂടി. ഞാൻ പറഞ്ഞില്ലേ നമ്മള് പ്രതീക്ഷിക്കാതെ ഓരോന്ന് അളിയാ ഇങ്ങനെ ഉണ്ടായി ഡ്യൂട്ടിയൊക്കെ നൈറ്റ്. എന്താ ഇത്? എന്ത് അളിയാന്നാണ് വിളിച്ചപ്പോ അവന് സംശയം. അളിയാന്ന് വിളിച്ച മാത്രമല്ല, ഈ മനസ്സ് തുറന്നുള്ളൊരു ചിരിയുണ്ടല്ലോ. മനസ്സിന് സന്തോഷം വന്ന് നിറയുമ്പോ ആ സന്തോഷം മുഖത്തോടെ ഇങ്ങനെ പുറത്തോട്ട് വരും. എന്താ കാര്യം? എന്റെ ആയാലും നിന്റെ ആയാലും അങ്ങനെ തന്നെ. നീ ഇന്നാളൊരു പ്രതിയെ പിടിച്ചിട്ടുണ്ടെന്ന് ഭയങ്കര നിറഞ്ഞ സന്തോഷം ചിരിയല്ലായിരുന്നു നിനക്ക്. അതുപോലെ നമുക്ക് നമ്മുടെ പ്രതിയെ കിട്ടിയാ? ഒരു പ്രതിയും കിട്ടി, ഒരു കേസും തെളിയിച്ചു. എന്താണ് നമ്മുടെ ഡ്യൂട്ടിയൊക്കെ നിങ്ങൾ ചെയ്ത് തുടങ്ങിയ? അല്ലടേ, നമ്മുടെ ബിസിനസ് ഇതില് എൻ്റെ വി ഹെൽപ്പിന്റെ ആദ്യമായിട്ടാണ് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാഭം പോക്കറ്റ് വന്ന്. വെളിയിലൊന്നും ആരോടും പറയണ്ട. അവരോട് കൃത്യമായിട്ട് പറ. നമ്മുടെ ഈ ഡോക്ടർമാരുടെ അവരുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, ഒരു മീറ്റിങ്ങും പരിപാടി കോൺഫറൻസ്. അപ്പൊ അതിന് ഒരു 500 പേർക്കുള്ള ഫുഡും പരിപാടിയും കാര്യങ്ങളും ഒക്കെ, അതിന് പാർട്ടി ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഗംഭീരമാക്കി നടത്തിക്കൊടുത്തു. പറഞ്ഞത് ഇന്നും ഒരു 25,000 രൂപയും കൂടെ അധികവും തന്നു. അതാണ് അവർ ഇതുവരെ നടത്തി ഇത്രയും വലിയൊരു പരിപാടി നടത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് എൻ്റെ ഈ സന്തോഷം എൻ്റെ കുടുംബമായിട്ടൊന്ന് പങ്കുവെക്കാം. അതുകൊണ്ട് വൈകുന്നേരം എല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് ഒത്തുകൂടി ഇവിടെ ഒരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം, ഒരു കേക്ക് മുറിയോ. നന്നായി. അമ്മാവനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വരും. രണ്ടാരും കൂടെ തിരിച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ട്. നമ്മുടെ സന്തോഷം ഇതൊക്കെയല്ലേ ഉള്ളൂ നമുക്ക്. കൊറേ നാള് പേരുദോഷമൊക്കെ കേട്ട് നടന്നതല്ലേ. നല്ലത് ചെയ്യുമ്പോ നല്ലത് വരും. ഓ സമയം, ഓഫീസ് തുറക്കാനുള്ള സമയം അറിയാമല്ലോ. പിന്നെ വൈകുന്നേരത്തേക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അവിടെ നിന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്തോ. ഇത് നമ്മുടെ ബിസിനസിന്റെ എല്ലാ വിജയങ്ങൾക്കും വലിയൊരു എന്താണ് അതിന്റെ ഒരു ഭാഗമാണ് ഈ ശർമ്മിള. അത് പറയാതിരിക്കാൻ പറ്റും. ഞാൻ തന്ന ചോറിനോട് നന്ദിയുള്ളവളാണ്. അങ്ങനെ വേണം. ശർമ്മിള, മറ്റേ കേക്കിന്റെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, അത് അവിടെ നിന്ന് തന്നെ എടുക്കാം ബേക്കറിയിൽ നിന്ന്. നീ പറഞ്ഞ എടുക്കുന്നതിൽ എഴുതാനുള്ള മാറ്റർ കാര്യങ്ങളൊക്കെ അതിലെനക്കറിയാം. എന്നാ പിന്നെ ഞാൻ അവിടുന്ന് കേക്കും ഓർഡർ ചെയ്തിട്ട് നേരെ ഓഫീസിലേക്ക് പോവാം. ഓഫീസ് സമയത്ത് തുറക്കണം. കേക്കിന്റെ അവിടെ പോയി നിന്നിട്ട് അവിടെ ആ കേക്കും അവിടത്തെ കഥയും പറഞ്ഞോണ്ടിരിക്കല്ലേ. ഞാൻ അങ്ങനെയൊന്നും അല്ലപ്പാ. എടാ, അതുപോലെ വൈകുന്നേരം കേക്ക് ശർമ്മിള എടുക്കും, ഞാൻ പോയി എടുക്കണോ? ഞാൻ എടുത്തിട്ട് വരാം. രണ്ടും കൂടി വീടല്ലേ. എന്നാ പിന്നെ ശരി. അമ്മായി കളർഫുള്ളാണല്ലോ. അമ്മാവാ, ബാക്കി ഉണ്ടായും മേടിക്കണ്ട. ശർമ്മിളെ ഒന്ന് ഓഫീസിൽ വിട്ടേക്കാൻ പറ. അതോടെ മോനെ അത് വെച്ചോ. പറഞ്ഞോനെ ശർമ്മിള എന്തിനുണ്ട് വിളിക്കും. ഓക്കെ ഓക്കെ ശരി പോവാ. ഇതാണ് ഹൃദയായ ഒരുക്കത്തിലാണല്ലോ. ഓ ടാറ്റ ഒന്ന് പറഞ്ഞോ ശർമ്മ? എല്ലാവർക്കും ഒരു ചായ എടുക്കട്ടെ. പിന്നെ ആയിക്കോട്ടെ. കടുപ്പം കൂട്ടിയെടുത്തോ. ഓ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കുടുംബത്തിൽ ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം നടക്കുന്ന സമയത്ത് അവൻ വിളിച്ച് പറഞ്ഞിട്ട് എത്ര നേരമായി? ഇപ്പോഴാണോ വരുന്നത്? എടാ, എനിക്ക് ഈ കുടുംബത്തിലെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? എനിക്ക് 100 കൂട്ടം പരിപാടികളില്ലേ? അങ്ങനെ അല്ല, വേറെ ഇതൊന്നും അല്ലല്ലോ. അല്ല, കുടുംബം വേറെ വൈകിട്ടാണല്ലോ നമ്മുടെ പരിപാടി. ഓ കുഴപ്പമില്ല. അല്ല, നീ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ നിർത്തി അങ്ങനെ കുറച്ച് വീര്യമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വേണ്ടേ? ഞാനേ നമ്മൾ പുറകിൽ നിന്ന് കുറച്ച് നല്ല കാന്താരി മുളക് നിൽപ്പുണ്ട്, അതിട്ട് ഒരു സോഡ നാരങ്ങ പുഴി ഞമ്മനും കൊടുക്കും. പിന്നല്ലാതെ പിള്ളേരോടൊക്കെ എങ്ങനെയാണെന്ന്. അല്ല, എവിടെ കുട്ടികളൊക്കെ എവിടെ? പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേരെ ഇവനാണ് എന്റെ ഷെയർ. എടി ഗിരിജ, നീ ഇത് എവിടെ എത്തി? 10 മിനിറ്റ് പറഞ്ഞു പോയിട്ട് ഇപ്പൊ എത്ര സമയമായി? എവിടെ? എന്നാ വേഗം വാങ്ങട്. നമുക്ക് തുടങ്ങാം. സമാധാനം. അപ്പൊ ഇവനും ഞാനും കൂടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു. അപ്പൊ ഇവന്റെ പരിചയത്തിലാണ് മറ്റേ ജോൺ ഡോക്ടർ. ജോൺ ഡോക്ടർ വഴിയാണ് ഈ കൊട്ടേഷൻ കിട്ടണത്. പക്ഷെ ഇനി അവരുടെ അടുത്ത് വേറൊരു വലിയ ഫംഗ്ഷൻ ഉണ്ട്. അല്ല, അതങ്ങനെ ഒരാൾക്ക് ഒരു ടീമിന് ഇഷ്ടപ്പെട്ട ഇങ്ങനെ അവിടെ നിന്ന് കൈമറിഞ്ഞ് അങ്ങ് പോയിക്കോളും. നല്ല പരിപാടിയായിരുന്നു. എല്ലാം കൊടുത്ത് വെക്കാൻ പറയേ, അവള് വന്നാണ്ട് മുറിച്ചാ പോലെ. അമ്മാവ ഇതിനിപ്പോ വേറെ ജാതകോ മുഹൂർത്തം ഒന്നും ഇല്ലല്ലോ, പിറന്നാളൊന്നും അല്ലല്ലോ. ഒരു കേക്ക്, ഒരു സന്തോഷം, അത്രേ ഉള്ളൂ.
ഇതൊക്കെ പിടിച്ചിടേണ്ടത്. കാലും മുട്ടി. ആ മേശ ശർമ്മള പിടിച്ചാനല്ല അതങ്ങ് നിനക്ക് നടുവേദന ഉള്ളതല്ലേ. ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റുമോ? നിക്ക് നിക്ക് ശർമ്മിളി, ഒന്ന് ഇരിക്ക്. ശരി ശരി. ഇന്നത് നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വീട്ടിൽ പോകാലോ. എന്തെങ്കിലും അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു കേട്ടാ. പിന്നെ നിനക്ക് എന്തേ ഈ ക്ലീറ്റോന്റെ ഓരോ വട്ട്, അല്ലാതെ എന്തുവാ ഇത് തന്നെ. നിങ്ങള് രണ്ടും കൂടി ഇച്ചിരി നേരമെങ്കിൽ ഇച്ചിരി നേരം തല്ലുപിടിക്കാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇതിന് കൂടുതൽ. നമുക്ക് അതിന് വേറൊരു അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ട് ഈ ഡോക്ടർമാരുടെ, ആ ഫാമിലി ഗെറ്റ് ടുഗദർ. ഇത് ഡോക്ടേഴ്സ് മാത്രമുള്ളതായിരുന്നു. അത് വരുമ്പോ നമ്മൾ ആഘോഷമെങ്കിൽ ഒരു ഹോട്ടലിൽ റെസ്റ്റോറന്റിൽ വെച്ചാക്കും അല്ലേ ശർമ്മളെ? അങ്ങനെ ആക്കി കൂടെ? അമ്മായി എന്താ? എന്താ പറയണ പോലെ ആ ഇവിടെ വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു. എന്തോ പിള്ളേരെ വന്ന നമുക്ക് തുടങ്ങിയായിരുന്നു അല്ലേ? തുടങ്ങാം. കേക്കെല്ലാം കാണുമ്പോ എങ്ങനെയാപ്പാ? നീ ഇതെവിടെയാ? നീ എത്രയായി പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് കാണാനില്ലോ. ഇതിപ്പോ അപ്പുറപ്പുറം ആൾക്കാർ നീ വരണില്ലെങ്കിൽ വരണ്ടേ? ആ കുട്ടികളെ പറഞ്ഞേക്ക്. ഇവിടെ നല്ല കാര്യം നടക്കുമ്പോ കുട്ടികൾ വേണ്ട ഇവിടെ. നീ മുറിക്കാൻ നോക്കിയ കുട്ടികൾ അയ്യ അമ്മ ചുമ്മാ ഒന്നാണ് കൊച്ചുങ്ങൾ പിന്നെ അവൾക്ക് അറിയണതല്ലേ ഇത് ഇവിടെ വൈകുന്നേരം കേക്ക് മുറി സാധനം ഉണ്ടെന്ന്. വരട്ടെ. അത് സമാധാനമായിട്ട് ഇത് അപ്പുറപ്പുറൊക്കെ ആൾക്കാർ താമസം നിങ്ങളെ വീടിന്റെ സ്ഥലം പോലെ അതെ, നമ്മൾ സാധാരണ ഇവിടെ വഴക്കില്ലാത്തൊരു വീടാണ്. ഇവിടെ ഇവരിങ്ങനെ അച്ചെടുത്തു അതൊക്കെ കവർക്ക് അങ്ങ് പൊടിച്ചു. അമ്മ പെട്ടെന്ന് ടെൻഷൻ ദേഷ്യം കൊണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇതാരെ തുടങ്ങിയോ? ഞാൻ അല്പം വൈകിപ്പോയി. ആ വന്നാ എടി ഒരു വഴിക്ക് പോയ എത്ര നേരമായി? ഇവരൊക്കെ നിന്നെ കാത്തുക്കാൻ വരാറ് നിന്റെ അടിയാളന്മാരോ? വന്നല്ലോ പിന്നെന്താ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ നീ ഒരു ന്യായീകരണവും പറയണ്ട. ഇവരുടെ ഒന്ന് ക്ഷമ പരീക്ഷിക്കരുത് നീ. അമ്മാവ എന്താ അമ്മാവ വന്നല്ലോ. ഇത് ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നത് അവൾക്ക് അറിയണതല്ലേ? ഞാനൊരു ഇത്തിരി വൈകിയതിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. ആ നീ എന്നെ പെരുമാറ്റം പഠിപ്പിക്കാൻ നിൽക്കാനോടി? എന്റെ പെരുമാറ്റം നിനക്ക് അറിയില്ലേ? വഴിയിൽ ഒരു ബന്ധുവിനെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചു. എടി, നീ ഏത് ജന്തുവിനെ വെച്ചാ കണ്ടോ? പക്ഷെ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞേക്കണ്ടേ ഇവിടെ ചടങ്ങ് നടക്കണമെന്ന് നമുക്കറിയില്ലേ? അമ്മാവ ഇത് ഒന്നാമത് അമ്മാവ ഇത് നിങ്ങക്ക് എന്നെ അടിക്കണമെന്നുണ്ടല്ലേ? വേണ്ടാത്ത പുതിയ ശീലങ്ങളൊക്കെ അങ്ങ് തുടങ്ങി വെച്ചേക്കുമല്ലേ? അമ്മായി ഒന്ന് അടങ്ങമ്മായി. ആരെങ്കിലും ഒരാളൊന്ന് അടങ്ങ്. ഇതേ എന്റെ തെറ്റാ. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. നിങ്ങൾ കേക്ക് മുറിക്കോ തിന്നോ കൊടുക്കോ എന്താ ചെയ്യും? നീ വെക്കോ. പോവാ. കേക്ക് മുറിക്കൂടെ? ഇങ്ങനെയാണോ പെരുമാറുന്നേ? നല്ലൊരു ഫംഗ്ഷൻ നടക്കണം നേരം എല്ലാവരുടെ മുഖത്ത് വിഷമം ഉണ്ടാക്കിച്ചിട്ട് അവളുടെ പണിയൊക്കെ പോയി. എല്ലാ കാര്യത്തിനും വിളിങ്ങനെ തന്നെ. ഞാൻ വിളിച്ചോണ്ട് വരാം. നീ എന്തിനു വിളിച്ചോണ്ട് വരുന്നത്? കേക്ക് മുറിക്കാൻ നോക്കൂടെ? വരുന്നില്ല. വരുന്നില്ലേ? ഈ അമ്മാവൻ എന്തുവാണ്? എപ്പോഴും ഉള്ളതാന്നത്. അവള് പോയ പോട്ടെ, നമുക്ക് കേക്ക് മുറിക്കാം. എന്തോന്ന് അമ്മാവ എല്ലാരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു ഇത് കാര്യം. അമ്മാവ് ഇത്രയും കിടന്ന് വേളം വെക്കണ്ട. അവള് മനസ്സിലാക്കണ്ടേ? അമ്മാവനത് മനസ്സിലായിക്കൂടെ? എല്ലാവരുടെ വന്നല്ലോ, നമുക്ക് പയ്യെ കട്ട് ചെയ്താൽ മതി. ഇപ്പൊ അവർ പോയല്ലോ. പിന്നെ ഒരാൾ മാത്രം വിഷമിച്ചിരിക്കുന്നു. നമ്മളെങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ? അടിക്കാനൊക്കെ എന്തിനാ കാര്യം? മക്കളെ ഇനി ഒരു കാര്യം ചെയ്യാം. കേക്കിനെ കൊണ്ട് ഫ്രിഡ്ജ് വെക്കാം, ഒന്ന് തണുക്കട്ടെ. അമ്മാവനും അമ്മായി ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് നാളെ നമുക്ക് കട്ട് ചെയ്യാം. അല്ല അത് മതി. ഇല്ല ഇപ്പൊ ഒരാളില്ലാതെ കട്ട് ചെയ്യണ്ട. അങ്ങനെ ഒരു സന്തോഷമല്ലേ നമ്മളെ ആഗ്രഹിച്ചത്. അതല്ലെങ്കിൽ അവൾ അങ്ങനെ തന്നെ. അവൾക്ക് സന്തോഷം കെടുത്തലാണല്ലോ പണി എല്ലാ സ്ഥലത്തും. ശർമ്മളെ ഇനിയിപ്പോ പോവാൻ നോക്ക്. വന്നേടി നമുക്കേ മാവാ മക്കളെ ഇതിനെ കൊണ്ട് ഫ്രിഡ്ജ് വെക്ക്. എന്നിട്ട് നമുക്കേ സാറേ അവരൊക്കെ എന്നാ ഞാൻ പോട്ടെ. ഓ പോകോ. ശരി, നാളെ രാവിലെ ഓഫീസിൽ എത്തണേ. വെച്ചോ മക്കളെ, നീ കൊണ്ടങ്ങ് വെച്ചോ. എല്ലാവരും ഉള്ളപ്പോ ഫ്രിഡ്ജ് വെക്ക് കേട്ടോ. അമ്മായിടെ വന്നിട്ട് മകളിപ്പൊക്കെ നീ അമ്മാവിന് സാധനം വല്ലതും കൊടുത്തോ? ചുമ്മാ ഇടാ, നമ്മൾ ഒരുമിച്ചല്ലേ ഇവിടെ ഇരുന്നത്. പക്ഷേ ചോദിച്ചതിന് അതിന് മുന്നേ ഇത്രയും ബഹളം വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്ത് മനുഷ്യനാണ്. എന്റെ അമ്മായി ഒന്ന് പറയുന്ന ഏക്കമ്മായി അവിടെ നിന്നിരിപ്പ എങ്ങോട്ടായി പോണത്? ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ. കുറച്ചു ദിവസം എനിക്ക് അവിടെ നിൽക്കണം. എന്ത്? നാളെ രണ്ടാളും കൂടി പോവാന്നല്ലേ തീരുമാനിച്ചു? ആ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് മാറ്റേണ്ടി വരും. ഓ അങ്ങനെയാണോ? എന്നാ ഓരോരുത്തർക്കും ഓരോരോ തീരുമാനമാണെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അമ്മായി, നിങ്ങൾ ഈ നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കല്ലേ രണ്ടുപേരുടെ? എനിക്കിത് അത്ര നിസ്സാരമൊന്നുമല്ല. ഞാൻ ഇന്നലെ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് ഇന്നലെ അങ്ങനെയൊക്കെ പെരുമാറിയത്? ഇനിയിപ്പോ അങ്ങനെ അതിന് വേണ്ടിട്ട് ഇപ്പൊ ആരോട് കാല് പിടിക്കണമെങ്കിൽ ഇനിയിപ്പോ കാല് പിടിക്കണോ? ക്ഷമിക്കമ്മായി ഒന്ന്. കനക, ലില്ലി ഞാൻ പോവാ. താഴെയുള്ളവരോട് പറഞ്ഞാൽ മതി. തന്റെ ആരും അമ്മായി പോവല്ലേ? ഓണൊരു പോട്ടറി വെറുതെ പിടിച്ച് നിർബന്ധിക്കാൻ നിൽക്കണം. അമ്മാവനെ ഉപദേശിക്കാനൊന്നും ആളല്ല, എന്നാലും പറയാണ്, ചില നേരത്തെ അമ്മാവന്റെ പെരുമാറ്റം കുറച്ച് ബോറാണ് കേട്ടാ. സത്യമാണ്. ഇന്നലെ അമ്മായിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലായിരുന്നു.
അമ്മാവനാണ് പ്രശ്നം ഉണ്ടാക്കിയത്. എല്ലാരും മുമ്പ് വെച്ച് അടിക്കാനൊക്കെ നോക്കുമ്പോ ആർക്കെങ്കിലും വിഷമം ഉണ്ടാവും. പിന്നെ അപ്പൊ ഞാൻ കുറ്റക്കാരൻ? അങ്ങനല്ല, അത് നമ്മള് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ അതെടി, നിങ്ങളെല്ലാവരും അവളുടെ ഭാഗ, നമ്മുടെ ഭാഗത്ത് ആരും നിൽക്കില്ല. നമ്മള് കുറ്റക്കാരനാണ്. അങ്ങനല്ല അമ്മാവ പറയുന്നത്. അതെ, ഇന്നലെ എന്തായാലും അമ്മാവന്റെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ്. ആരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നമ്മൾ പറയുമ്പോ ഫീൽ ചെയ്യും. ഇതിപ്പോ 2 ദിവസം അമ്മാവങ്ങ് മാറിക്കോളൂ. നമ്മൾ ഇതിന്റെ പിറകെ കിടന്നതിന് അമ്മായി പോയില്ലേ? അത് മോശമായി പോയി. കഷ്ടമായി പോയി. അമ്മാവന്റെ കുഴപ്പം അറിയാലോ, ഇടഞ്ഞു കഴിഞ്ഞാൽ പോക്കാം. ഇപ്പോഴൊന്നും ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആളും തരം നോക്കണ്ടേ. ഇന്നലെ ആ ഷർമിളയൊക്കെ ഇല്ലായിരുന്നു, അവരുടെ മുമ്പിൽ വെച്ചല്ലേ. അതാ പറഞ്ഞത്. ഇതിപ്പോ ഞാൻ മാത്രം പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, നീ കൂടെ പറഞ്ഞപ്പോഴാണ് ഫീൽ ചെയ്തത്. ഫീൽ ചെയ്യണമെങ്കിൽ അങ്ങ് ഫീൽ ചെയ്യട്ടെ. അങ്ങനല്ലല്ലോ, ആ തെറ്റ് ചെയ്ത അമ്മാവനാണെങ്കിലും പറയണം കേട്ടാ. അങ്ങനെ വേണം. ഇതെവിടെ പോണു? ഇതെവിടെ പോന്ന്? എനിക്കുണ്ടോ വീടും കൂടിയൊക്കെ? ഇവിടെ നിക്ക്. എന്നെ അംഗീകരിക്കണവരും ഞാൻ പറയുന്നത് വഴക്കായിട്ട് പറഞ്ഞതല്ലല്ലോ. അല്ല എന്നാലും ഞാനൊന്ന് കുറഞ്ഞാൾ വരെ പോയിട്ട് വന്നപ്പോഴത്തേനും ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? കർത്താവേ, കാണായിരുന്നു. എനിക്കതല്ല മനസ്സിലാവാത്ത. അമ്മായി പണിങ്ങിപ്പോയതിനൊരു കാരണമുണ്ട്. ശരി, സമ്മതിച്ച് അമ്മായിക്ക് വിഷമം വരും. ഈ അമ്മാവൻ എന്തിനാ ഈ വഴക്കുണ്ടാക്കി പോയത്? ഞാനതല്ല ആലോചിക്കുന്നത്. ഇതെല്ലാം നടക്കുന്നത് എൻ്റെ സ്റ്റാഫ് ഷർമിളയുടെ മുമ്പ് വെച്ചാണ്. അവളെന്ത് വിചാരിക്കൂല? ഇതെല്ലാം പോട്ട് ഇവൾ എങ്ങനെയും പോയി ഒരു 10 പേരുടെ അടുത്ത് പറയാതിരിക്കുമോ? നാണക്കേടല്ലേ നമുക്ക്? ഇതിന് ചർമ്മള 10 പേരുടെ അടുത്ത് പോയി പറയണേ എന്തിനാ? ഇതെന്താ ഒരു കുടുംബത്ത് വഴക്കും വക്കാണൊന്നും ഉണ്ടായിട്ടില്ലേ? ചർമ്മലയുടെ കുടുംബത്തോട്ട് ചെല്ലുമ്പോ അറിയാം അവിടെ എന്താ നടക്കണല്ലേ. ഞാൻ ഈ കാര്യത്തിൽ മച്ചമ്പയെ കുറ്റം പറയത്തുള്ളൂ. അത് ഞാനില്ലാത്ത നേരം നോക്കി ഇത്രയും വലിയ രോഷം ഈ വീട്ടിൽ സംഘടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? നീ അവസാനം എല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്ക് വെക്കാൻ നിൽക്കല്ലേ, കേട്ടല്ലേ? നീ ആ ആവശ്യമില്ലാത്ത വർത്താനം വേണ്ട. മാന്യമായ ഒരു ആഘോഷം നടത്താൻ തന്നെ പ്ലാൻ ചെയ്തത്. എന്താണ്, നല്ല മൂഡിലാണല്ലോ? അതെന്താ എനിക്ക് മൂഡ് പാടില്ലേ? നിങ്ങൾക്ക് മാത്രം നല്ല മൂഡ് പാടുള്ളൂ. ഞാൻ നല്ല മൂഡിൽ നടക്കാൻ പാടില്ല അല്ലേ? ഇരുന്നാലോ അല്ല മാവ, സാധാരണ 2 വിട്ട എൻട്രി അവിടോട്ടാന്നല്ലോ. അല്ല ഇങ്ങോട്ടൊന്ന് വഴി തെറ്റി വന്ന്. അവിടെ എനിക്ക് ആരുമില്ല. ഞാൻ ഒന്ന് കാര്യം പറഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നെ ടച്ച് പോയി. കാര്യല്ല പറഞ്ഞ വഴക്ക് പറഞ്ഞു. അവളുടെ ഭാഗത്ത് നിന്നിട്ട് എന്റെ പോലീസുകാരൻ മരുവൻ എന്നെ കുറ്റപ്പെടുത്തി. ആ മരുവന്റെ ഭാര്യ എന്നെ കുറ്റപ്പെടുത്തി. എനിക്ക് അവിടെ ആരുമില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് വിഷമാണോ? അമ്മാമ്മ പിടുത്തും പോവാ. അവിടെ നില്ലവിടെ. അതെ, ഇങ്ങോട്ടൊന്ന് ഇരിക്കാം. പക്ഷെ എനിക്ക് ഇനിയും കുടിക്കണം. എനിക്ക് ഇനിയും കുടിക്കണം. കുടിക്കാനും തിന്നാനൊക്കെ തരാം. കുറച്ച് മോര് തരട്ടെ. പിറ്റായിരിക്കുമ്പോഴെ പിറ്റി കളയാനുള്ള സാധനം വേണോ ചോദിക്കുന്നത്? ഞാനും ബുദ്ധിമുട്ടാന്ന്. നിങ്ങൾക്കറിയോ, ഇവളെ ഈ തോളത്തും ഇവളുടെ ആങ്ങളെ ഈ തോളത്തിരുത്തി ഉത്സവപ്പറമ്പ് കൂടെ ഒക്കെ പോയി ഇവര് ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുള്ള ആളെ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോ എന്റെ മുത്തുരാമളി എന്നോട് പറയും, ഗിരിരാജ കുട്ടികളെ കൊണ്ട് നീ നാശാക്കരുത്. ആ മുത്തുണ്ടെങ്കിൽ കിങ്ങതി വരും. മുത്ത് ഇപ്പൊ അവിടെ ആയുർവേദ കോളേജിൽ അവിടെ പഠിക്കാൻ പോയേക്കല്ലേ? ഇത് മുത്തുരാമളിയൻ. ഇതുണ്ടെങ്കിൽ എനിക്ക് ഗതി വരും. എന്റെ അളിയൻ എന്നെ അത്ര ഇഷ്ടമാണ്. അമ്മാവനിപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താ പ്രശ്നം? ഇപ്പൊ അച്ഛനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ എനിക്കിവിടെ ആരുമില്ല. ആ, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ എല്ലാരും വരും. എന്റെ ഭാര്യ പോയി. ആ, ഇപ്പൊ എല്ലാരും വരും. മരുമക്കള് പോയി. ഓ, ആരുമില്ല. ഇങ്ങോട്ട് വാ. അവിടെ കൊണ്ട് റൂമിൽ കൊണ്ട് കിടത്തട്ട്. അല്ലാതെ ഇവിടെ കിടത്തിയാ മതിയായിരുന്നു. കുഴപ്പമില്ല. അമ്മായി, അമ്മാവാ വാ. അമ്മാവാ, ദേ അമ്മായി വന്ന്. വാ, കേറ്. കേറുന്നൊന്നുമില്ല. നിങ്ങളാണോ മിസ്റ്റർ ഗിരിരാജൻ? അതെ, ഞാനാണ്.
ഇതെന്താ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും വക്കീലേ. എന്റെ കക്ഷി ഗിരിജാകുമാരി ഒപ്പിട്ട ഡൈവേഴ്സ് പെറ്റീഷനാണത്. മോള് ഇതെന്തപ്പ അങ്ങനെ? എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പൊതുജന മധ്യത്തിൽ വെച്ച് കളിയാക്കാനുള്ള ഒരാളല്ല ഞാൻ. എന്റെ പൊന്നമ്മായി, ഇങ്ങനെ ഒരുമാതിരി പൊട്ട തീരുമാനങ്ങളൊന്നും എടുക്കരുത് കേട്ടാ. ഞാൻ നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചതാ. എനിക്കിനി വയ്യ. ഓ, താലി അതിപ്പോ ഞാൻ ശരിയാക്കി തരാം. ഗിരിജ, ഗിരിജ വേണ്ട, വേണ്ട ഗിരിജ. എന്റെ ദൈവമേ, അമ്മാവാ അമ്മാവാ, എന്തുറ്റി? എന്താ പേടിച്ചോ? എന്ത്? സ്വപ്നം കണ്ടതാ. ഓ, സ്വപ്നത്തിനും ഗിരിജ ഗിരിജ എന്നാ വിളിക്കുന്നത്. വാ, ഇവിടെ ഇരിക്കുവാ. പതുക്കെ എഴുന്നേറ്റ്. വാ. ഈ മനസ്സിന് കട്ടിയില്ലാത്തവരെ പിണങ്ങാനൊന്നും പോകരുത്. ആ വഴക്കങ്ങ് മാറ്റ്. കണക്കൊന്നുമില്ല. വഴക്കല്ലെങ്കിൽ ഒന്ന് വിളിച്ചേ, സ്നേഹത്തോടെ വിളിച്ചേ. നീ ആദ്യം വിളിക്ക, നീ വിളിക്ക, എന്നിട്ട് എനിക്ക് തന്നാ മതി. എന്റെ വിളിക്കാൻ എന്തെന്റെ പണം എടുത്താടി മാറ്റിക്കളയല്ല. ഇതല്ലേ നമ്മൾ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? മായി കനകനാ, എവിടെ നിൽക്കുന്നത്? വക്കീലിന്റെ എവിടെയോ? എന്നിട്ട് രാവിലെ ശരി ശരി, തിരക്കില്ല. ഞാൻ പിന്നെ വിളിക്കാം. അല്ല അമ്മ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കും. ഓട്ടോ ഇറങ്ങുമ്പോ വക്കീലിന്റെ വീട്ടിലാണ്ട് പോയാണ്. എന്താ അമ്മ വക്കീലിന്റെ അടുത്ത് പോയത്? ഇപ്പൊ സമയം എത്രേ? 8 മണിയല്ലേ ആയുള്ളൂ. രാവിലെ നേരെ വിളിച്ചേയില്ലേ? പകല് കണ്ട സ്വപ്നം ഫലിക്കൂല്ലേ? അമ്മാവാ, എന്തെങ്കിലും കുഴപ്പമുണ്ടാ? നിനക്ക് ഓർമ്മയുണ്ടാ ഒരു മറ്റേ ഹിന്ദിക്കാരൻ പണിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു, അമർ സിംഗ്. നല്ല പണിക്കാരനായിരുന്നു. അവനെ പോലെ ഒരു പണിക്കാരന് ഞാൻ നോക്കിയിട്ടില്ല. അന്ന് അവൻ്റെ അടുത്ത് ഇതുപോലെ എടുത്തിയാടി ദേഷ്യപ്പെട്ടാണ് അവൻ കളഞ്ഞിട്ട് പോയത്. എന്നിട്ട് പിന്നെ വന്ന പണിക്കാരെങ്കിലും ശരിയായ ഇല്ല. ഈ എടുത്തിയാട്ടം ശകലം ഒന്ന് കുറയ്ക്ക്. ആര് നാക്ക് കിടക്കണമെന്ന് പറഞ്ഞു. എന്ത് പോട്ട് പത്രമൊക്കെ വായിച്ച് നാട്ടിലെ വിവരങ്ങളൊക്കെ അറിയാ. അത്ര വായിക്കാനൊന്നും മൂടില്ല. അത്ര വായിക്കാനൊന്നൊരു മൂടില്ല. പിന്നെ എന്തിനാ മൂട്? എണ്ണ അടിച്ചാലോ നമുക്ക്? പോടാ. ഇന്നലെ അടിച്ചൊന്നും പോരാ. എന്തായാലും അമ്മായി രണ്ടും കൽപ്പിച്ച് തന്നെ ആയിരിക്കും. പിന്നെ ഇത്രയും പേരെ മുമ്പ് വെച്ചിട്ട് അപമാനിക്കുമ്പം അവരൊരു സ്ത്രീയല്ലേടേ? അല്ല, നമുക്ക് സ്വാതന്ത്ര്യത്തിലല്ലേ നമുക്ക് കൂടുതൽ അധികാരം കാണിക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിനൊക്കെ ആവാം. ആ ശർമ്മളയൊക്കെ നിൽക്കുമ്പോഴല്ലേ അത് ചെയ്തത്. അതൊക്കെ അവർക്ക് ഭയങ്കര ഇൻസൾട്ട് അല്ലേ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പോട്ടെ, പറയണം. ഇത് ബോധത്തോടെ ഇരിക്കുമ്പോഴേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ അമ്മാവിൻ്റെ അടുത്ത്. അല്ലാതെ എന്താ നിൽക്കണേ? പായും വെച്ചോളൂ. ആ കവറും കൊടുക്കില്ലേ? ഇതൊന്ന് വായിച്ചു നോക്കണം. ഗിരിജ, ഞാൻ അപ്പുറത്തെ ദേഷ്യത്തിന് അമ്മായി, അമ്മാവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് എല്ലാവരും കൂടെ മാപ്പ് ചോദിക്കണം. നീ ഒന്നും മിണ്ടാതിരിക്കുക. അതിനകത്ത് എന്തുവാന്നറിയാവോ? എന്റെ വീട്ടിൽ നിന്ന് നമുക്കൊന്ന് പുരയിടമില്ലേ? ആ അതിർത്തി തർക്കം ആ പണിക്കരുമായിട്ട് നടക്കുന്ന അതിനകത്ത് 6 തേക്കുമരത്തെ കുറിച്ചാണല്ലോ കേസ്.
അത് 6 നമുക്ക് അവകാശപ്പെട്ടതാന്ന് പറഞ്ഞുള്ള കോടതിയിലെ പേപ്പറാ അത്. ഗിരിജേച്ചി പറഞ്ഞു ഈ സംഭവം പറയുമ്പോൾ ഒന്ന് ബിൽഡപ്പ് ആവണമെന്ന്. അതാ ഞാൻ ഇച്ചിരി മസിൽ പിടിച്ചത് കേട്ടോ. എൻ്റെ റോൾ ഇവിടെ കഴിയാണ്. അമ്മായി പൊന്നെ അന്നാ പാർട്ടി നടന്ന ദിവസം ഞാൻ വൈകി വന്നത് എന്താണെന്നറിയോ? വഴിയിൽ വെച്ച് ഈ വക്കീലിനെ കണ്ടതുകൊണ്ടാ. എൻ്റെ അടുത്ത് വക്കീല് പറഞ്ഞു അതിന്റെ കേസ് പിറ്റേന്ന് വിധി വരും, അപ്പൊ അത് നമുക്ക് അനുകൂലമായിരിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ ലേറ്റായത്. അതാ ഞാൻ പിറ്റേന്ന് രാവിലെ ഇവിടുന്ന് പോയത്. അത് പറയാനാണ് അമ്മായി വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ സമ്മതിച്ചില്ലല്ലോ. ആ ഓ ഒരു ചാട്ടമായിരുന്നു ചാട്ടം. ക്ലീറ്റമ്മനെ, ഏ അന്ന് നടക്കാതെ പോയ പാർട്ടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇന്ന് നടത്താം. നമുക്കല്ല, അമ്മാവന്റെ ചെലവിലും ഫുൾ പാർട്ടി 2 പാർട്ടിയായിട്ട് നടത്തണം. അതാ അമ്മാവന്റെ പാർട്ടിയാണെങ്കിൽ അത് എന്റെ ചിലത്. എടാ 6 തേക്കാട്ട് കിട്ടിയേക്കണേ, അതിന്റെ ആവശ്യമില്ല. അമ്മാവൻ പൈസ ഉണ്ടാ. ആ, പിന്നെ ഞാൻ സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു. ആ. ഞങ്ങൾ രണ്ടുപേരെ പിണക്കം തീർത്തിട്ട് വരാം. പാർട്ടിക്ക് വേണ്ട അറേഞ്ച് ചെയ്തോ. എന്തായാലും അങ്ങനെ തീർന്നില്ലായിരുന്നു. Ha